നന്നായി പഠിച്ചവർക്ക് നല്ല ഈസി ആയിരിക്കും. എക്സാം കുഴപ്പമൊന്നുമില്ല, ചില ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. മലയാളത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ കുറച്ച് ആങ്സൈറ്റിയോട് കൂടിയിട്ട് വന്നത്, പക്ഷേ നല്ല എളുപ്പമുള്ള പേപ്പറാണ്. കുഴപ്പമില്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് സിമ്പിളായി തോന്നി. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷേ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. നല്ല സിമ്പിളും അല്ല നല്ല ടഫും അല്ല, പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. ഇന്ന് നടന്ന HSC നാച്ചുറൽ സയൻസിൻ്റെ എക്സാം ഇപ്പോൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂസ് നമുക്ക് എങ്ങനെ നോക്കാം. സോ കുട്ടികളോട് അവരോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ട് എങ്ങനെയായിരുന്നു കഴിഞ്ഞ HSC മലയാളം എക്സാം ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. സോ അതിനെപ്പോലെ കുഴപ്പിച്ച ചോദ്യങ്ങളായിരുന്നോ, എങ്ങനെ ഈസി ആയിരുന്നോ, നമുക്ക് കുട്ടികളോട് തന്നെ നേരിട്ട് ചോദിച്ചാൽ. ഇപ്പോൾ നമ്മളുള്ളത് മലപ്പുറം ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലാണ്. എക്സാം കുഴപ്പമില്ല, എളുപ്പമുള്ള പേപ്പറാണ്. മലയാളത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ കുറച്ച് ആങ്സൈറ്റിയോട് കൂടിയിട്ട് വന്നത്, പക്ഷേ നല്ല എളുപ്പമുള്ള പേപ്പറാണ്. കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. പാർട്ട് എയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വലിയ അധികം അങ്ങനെയുള്ള പാർട്ടൊന്നും അല്ലാതെ കുറച്ചും കൂടെ സുവോളജി റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ചോദിച്ച പോലെ തോന്നി. പിന്നെ അധികം അങ്ങനെ ജനറൽ ഇതിനേക്കാളും നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡായി ചോദിച്ച പോലെ തോന്നി. ഔട്ട് ഓഫ് സിലബസ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല, കുറേ ഡീപ്പായിട്ടൊന്നും ഇറങ്ങിയില്ല. മൊത്തം നമ്മൾ ബേസിൽ നിന്നും അങ്ങനെയൊക്കെ രീതിയിലാണ് ചോദിച്ചത്. ഔട്ട് ഓഫ് സിലബസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ചില ഏരിയാസ് ഒന്നും വല്ലാണ്ട് ടച്ച് ചെയ്യാതെ അങ്ങനെ പോകും. ഒരു മീഡിയം ലെവൽ, വല്ലാണ്ട് കുഴക്കണമെന്നല്ല ഉണ്ടായിരുന്നു. എന്നാലും എക്സാം കുഴപ്പമൊന്നുമില്ല, ചില ക്വസ്റ്റ്യൻസിൽ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ അങ്ങനെ കൂടുതൽ പ്രിപ്പയർ ആയിട്ടില്ല. പ്രിപ്പയർ ആയ ആൾക്കാർ കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കുറച്ച് എങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കുഴപ്പിച്ചിട്ടുണ്ട് ചിലത്. എക്സാം കുഴപ്പമില്ല, ഒരു ആവറേജ് രീതിയിൽ. പാർട്ട് എ എല്ലാം കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുണ്ട്, രണ്ടും ഉണ്ട്. ഒരു ആവറേജ് രീതിയിലാണ് തോന്നിയത്. ക്വസ്റ്റ്യൻസ് സിമ്പിളായി തോന്നി. ചില ഭാഗങ്ങളൊക്കെ നമ്മൾ അനിമൽ ഡൈവേഴ്സിറ്റി എന്നൊന്നും അധികം നോക്കിയിരുന്നില്ല, അവിടെ നിന്നൊക്കെ വന്നിരുന്നു. കുഴപ്പമൊന്നുമില്ല, കൂടുതലും NCERT എന്നാണ്. +2 ലെവൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷേ ഓപ്ഷൻസ് വായിക്കുമ്പോൾ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളായിരുന്നു ആദ്യം കൂടുതലും ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് സിലബസ് അങ്ങനെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. ടഫാണോ വെച്ചാൽ അതാണ്, ഓപ്ഷൻസ് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവും. ടഫായിട്ടില്ല, നല്ലൊന്ന് പഠിച്ചു. സ്റ്റേറ്റ്മെൻറ്റ്സ് കുറവാണ്, പക്ഷെ ഉള്ളത് കുറച്ച് ടഫാണ്. ടഫല്ല കുഴപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല സിമ്പിളും അല്ല നല്ല ടഫും അല്ല, പക്ഷേ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അതായത് സബ്ജക്റ്റ് അത്രയും അറിയുന്നവർക്ക് മാർക്കേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുണ്ടായിരുന്നു. അതായത് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ചിലതിൽ. മൊത്തത്തിൽ നല്ല ശ്രദ്ധിച്ച് എഴുതണം. അതായത് ഒരു അശ്രദ്ധ കൊണ്ട് വേണമെങ്കിൽ പോവാം, അറിയുന്നതാണ്, പക്ഷേ എന്നാലും നല്ല ശ്രദ്ധിച്ച് എഴുതണം. എനിക്കിത്തിരി പ്രയാസമായിട്ടാണ് തോന്നിയത്. എല്ലാവരും കൊണ്ട് വിട്ട് പറയുന്നില്ല, എന്ന് വെച്ചാൽ ചിലർ കോച്ചിങ്ങിനൊക്കെ പോയവരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ എളുപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സംസാരിക്കും മനസ്സിലായത്. അങ്ങനെ കുഴപ്പിക്കുന്നത് അറിയാൻ നന്നായി പ്രിപ്പയർ ചെയ്തൊരു കുട്ടിക്ക് അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസാണ്. ജനറൽ പാർട്ട് പൊതുവേ ഈസിയുള്ള ക്വസ്റ്റ്യൻസാണ്. നന്നായി പഠിച്ചവർക്ക് നല്ല ഈസി ആയിരിക്കും. എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് പോകാനുള്ള സമയം കിട്ടുന്നു. ഇല്ല, സ്റ്റേറ്റ്മെൻറ്റ്സ് ലെവൽ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, പഠിച്ച ഏരിയയിൽ നിന്നൊക്കെ തന്നെ.